ഓരോ വിഷയത്തിനും ഓരോ തരം ശക്തിയാണ് വേണ്ടത്. അപ്പം ആ ശക്തി എല്ലാം കൂടിയാണ് ക്രിസ്തു. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയണത്. ക്രിസ്തു കൊളോസ്യസ് 3:11 ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. അതാണ് സംഭവം. ക്രിസ്തു എന്ന് പറഞ്ഞേ, ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. പിശാച് എന്താ ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിനെ കൊണ്ടുവന്നിട്ട് നിത്യരക്ഷ പറഞ്ഞിട്ട് മരണം കഴിഞ്ഞ് മാത്രം പ്രാപിക്കേണ്ട എന്തോ ഒരു സംഭവമായിട്ട് റെഡ്യൂസ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഇവിടെ ക്രിസ്തുവിനെ സ്വീകരിച്ച ക്രിസ്ത്യാനിയും കുറിച്ചിട്ടുകൊണ്ട് വെള്ളം ഒടിച്ചു നടക്കുകയാണ് വെളിവില്ലാതെ. വാട്ട് ഇസ് ഹാപ്പൻ? നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളും ക്രിസ്തുവിന് നമ്മൾ പ്രവേശിപ്പിച്ചിട്ടില്ല. പക്ഷേ ബൈബിളിൽ നൽകുന്ന ക്രിസ്തു ആരാണ്? കൊളോസ്യസ് 3:11 എന്താണത്? ഏറ്റു പറഞ്ഞേ, ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. അപ്പം എല്ലാമാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഐഹികമുണ്ട്, പാരത്രികമുണ്ട്. അതിൻ്റെ അകത്ത് ഈ ഭൂമിയിൽ എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും ക്രിസ്തു അത് കൈകാര്യം ചെയ്യും. ഞാനിവിടെ എന്താ പറഞ്ഞിരിക്കണേ, നിങ്ങൾ JCB റോപ്പ് കെട്ടിയിട്ട്, ഇരുമ്പ് റോപ്പാ കുരിശുരൂപം കെട്ടിയിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി കെട്ടണം. വിശ്വാസപ്രമാണം ചൊല്ലി കെട്ടുമ്പോൾ എന്താ സംഭവിക്കണത്? വിശ്വാസപ്രമാണം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ടാബാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ടാബ്ലറ്റ് നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ മീൻ എണ്ണ എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു മീനിനെ അതിൻ്റെ വിറ്റാമിൻസ് എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് മീൻ ഗുളിക ഉണ്ടാക്കുന്നത്. ഇതുപോലെ ആത്മീയ വിറ്റാമിൻ്റെ എല്ലാം മീൻ ഗുളിക പോലെയുള്ള ഒരു ഗുളികയാണ്, ക്യാപ്സൂളാണ് വിശ്വാസപ്രമാണം. അതിനകത്ത് ഇൻഗ്രീഡിയൻ്റ് ചെയ്തിരിക്കുന്നത് എന്താ ചെയ്തിരിക്കുന്നത്? യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയൂ. യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയണതും എന്ന് പറഞ്ഞ യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തില് വിശ്വസിക്കുകയും ചെയ്യും. അപ്പോഴ് രക്ഷ ക്രിസ്തുവിനെ പ്രാപിക്കുന്നു. അതാണ് ഫോർമുല. എന്താണ്? യേശു കർത്താവാണെന്ന് നമ്മൾ അതരം കൊണ്ട് ഏറ്റു പറയണം. അതാണ് വിശ്വാസപ്രമാണം ചെല്ലാൻ പറയണത്. വിശ്വാസപ്രമാണം മൊത്തം ചെല്ലുമ്പോൾ അതിൻ്റെ എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ? യേശു കർത്താവാണ്. പിന്നെ എന്താണ്? ദൈവം അവനെ മരിച്ചവനെ ഉയർപ്പിച്ചു. അതിന് ചരിത്രമാണത്. ചരിത്രം എന്ന് പറയാൻ കാര്യം എന്താണ്? ചരിത്ര പുരുഷന്മാരെ അവതരിപ്പിക്കുന്നുണ്ട് വിശ്വാസപ്രമാണം. പന്തിയോസ് പൈലാത്തോസിൻ്റെ കാലത്തെന്ന് പറയും, കന്യാമറിയത്തിൽ നിന്ന് ശരീരം ധരിച്ചെന്ന് പറയും. അപ്പം ചരിത്രത്തിലൊരു വ്യക്തിയായി പറഞ്ഞ ദൈവത്തെയാണ് വിശ്വാസപ്രമാണം അവതരിപ്പിക്കുന്നത്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. യേശു കർത്താവാണെന്ന്, യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്ന്, യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷക, കർത്താവേ നാഥനേ. യേശുവേ രക്ഷക, കർത്താവേ നാഥനേ. പരമദിവ്യകാരുണ്യത്തിന് അതായത് ഇവിടെ ലിങ്കിങ്ങും ലൂപ്പിങ്ങും വരുന്ന രണ്ട് വചനങ്ങൾ തമ്മിലാണ്. എന്താണ് പറഞ്ഞത്? അതായത് കൊളോസ്യസ് 3:11 എന്താണത്? ക്രിസ്തു എല്ലാമാണ്. അതിൻ്റെ തൽഭവവും തത്സമവും തന്നെയാണ് ക്രിസ്തു കർത്താവാണെന്നുള്ളത്. റോമ 10:9. അപ്പോൾ റോമ 10:9 ക്രിസ്തു കർത്താവാണെന്ന് പറയണത് നമ്മൾ പറയാതെ പറയണത് ക്രിസ്തു എല്ലാത്തിൻ്റെയും കർത്താവാണ്. അടുത്ത വചനം എന്താണ്? ദൈവം അവനെ മരിച്ചവർ ഉയർപ്പിച്ച കൊണ്ട് അവൻ ജീവന്റെയും കർത്താവാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശു അധിപതിയാണെന്നും യേശു ഉടയവനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു അധിപതിയാണെന്നും യേശു ഉടയവനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷക, കർത്താവേ
യേശുവേ രക്ഷക എല്ലാരും കർത്താവേ നാഥനേ യേശുവേ രക്ഷക കർത്താവേ നാഥനേ യേശുവേ ഒരുമിച്ച് രക്ഷക കർത്താവേ നാഥനേ. ഈ ഒരു സംഭവമാണ് യേശു കർത്താവാണ്, യേശു എല്ലാമാണ് എന്ന് നമ്മൾ അധരം കൊണ്ട് ഏറ്റുപറയുന്നു. യേശു കർത്താവാണെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും കർത്താവ്. JCB ചെള്ളപ്പൂണ്ടാലും മനുഷ്യൻ പരാജയപ്പെട്ടാലും അതിനെ തിരിച്ചെടുക്കുന്ന ശക്തിയും യേശുവിൻ്റെതാണ്. കാര്യം എന്താണ്? ലോകത്തിലെ ബലാബലങ്ങളെല്ലാം സൃഷ്ടിച്ച ബലനിയമങ്ങൾ സൃഷ്ടിച്ച കർത്താവാണ് ബലനിയമങ്ങളുടെയും കർത്താവ്. അങ്ങനെയാണത് സഞ്ചരിക്കണത്. അപ്പോൾ എന്താ ചെയ്യിക്കണത്? അത് നമ്മൾ പ്രഖ്യാപിക്കണം, അതിരം കൊണ്ട് പ്രഖ്യാപിക്കണം, ഹൃദയത്തിൽ വിശ്വസിക്കണം. അതിനാണ് വിശ്വാസപ്രമാണം എന്ന് പറയണത്. വിശ്വാസപ്രമാണം ചൊല്ലി ചില മുട്ടയെന്ന് ചെല്ലും, ചില വിശ്വസിച്ച് ചെല്ലും. പക്ഷേ അതിൻ്റെ കണ്ടൻറ്റ് വൈസ് എല്ലാം കറക്റ്റായിരിക്കണം. അല്ലാതെ വിശ്വാസപ്രമാണം കാണണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില അമ്മാമ്മമാർ പരില്ലാതെ ചൊല്ലി ബോധമില്ലാതെ പറയണമല്ല. അത് കുടുംബപ്രാർത്ഥന ചെല്ലുമ്പോഴൊക്കെ മനസ്സിലാകും. കുടുംബപ്രാർത്ഥനയൊക്കെ വിശ്വാസപ്രമാണം ചെല്ലാൻ കേൾക്കും പറയാൻ പറ്റും. ഇതൊന്നും വിശ്വാസമില്ല, ചുമ്മാ ഞാനാണ് കർത്താവെങ്കിൽ പുറകെ വന്ന് തിരക്കിട്ട് അടിക്കുകയുള്ളൂ പിടിച്ച്. അല്ല, വിശ്വാസപ്രമാണം ചെല്ലുമ്പോൾ അതിൻ്റെ അർഹിക്കുന്നൊരു പവറുണ്ട്. അത് നമ്മുടെ അധരത്തിൽ നിന്ന് പോകുമ്പോൾ അതിൻ്റെ വേര് ഹൃദയത്തിലുണ്ടായിരിക്കണം. അങ്ങനെ വരുമ്പോൾ എന്നാ സംഭവിക്കണത്? പവറ് ഈ പവറ് നമുക്കറിയാമല്ലോ. 1 Corinthians 1:24 ക്രിസ്തു ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമാണ്. ഈ ശക്തിയാണ് നമ്മളിതിന് ഉപയോഗിക്കണത് വിശ്വാസപ്രമാണത്തിലൂടെ. ഒരു പ്രാവശ്യം വരച്ചുള്ള വർഗീസിൻ്റെ ആൾക്കാർ 2 പ്രാവശ്യം വരച്ചില്ല. JCB കരക്ക് വന്ന് ഇതെന്താ പ്രശ്നം? പ്രയോഗമാണ് ഈ പ്രശ്നം. നിങ്ങളുടെ കയ്യിരിക്കുന്ന നേർച്ച വസ്തുക്കൾ ഇതുപോലെ തന്നെ പവറിങ്കൽക്കരുത് ചെയ്തതാണ്. എത്രയോ പ്രാവശ്യം പ്രാർത്ഥിച്ച് അതിന് പ്രത്യേക പ്രാർത്ഥന വിധി അനുസരിച്ച് ആണെൻ്റെ പവർ നിങ്ങളത് ഉപയോഗിക്കുമ്പോൾ. പക്ഷേ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളീ പല്ല് തേക്കാതെ പൊട്ടും കടലും അടിക്കുന്ന കുറേ കമ്പനിക്കാരുണ്ട് ഇതിൻ്റെ അകത്ത്. ഉടമ്പടി ചെയ്യും, കുമ്പസാരമില്ല. ഉടമ്പടി ചെയ്യും, കുടുംബപ്രാർത്ഥനയില്ല. ഉടമ്പടി ചെയ്യും, പരസ്പരം ക്ഷമിക്കത്തില്ല. ഉടമ്പടി ചെയ്യും, അവിടെ IELTS, അവിടെ കാനഡയിൽ പോക്ക്, അവിടെ PR, അവിടെ വസ്തു വിൽപ്പന. ഇത് മാത്രം ജ്വരം. ഇതാണ് പല്ല് തേക്കാതെ പൊട്ടും കടലും അടിക്കുന്ന പാർട്ടി. അപ്പോൾ അത് ദൈവം സത്യസന്ധരല്ലെങ്കിൽ ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ഉടമ്പടിയോട് സത്യസന്ധരായിരിക്കണം. നിങ്ങൾ സത്യസന്ധരായിരുന്ന ദൈവത്തിനൊരു കുഴപ്പമുണ്ടേ. ഈ കമ്പ്യൂട്ടർ പോലെയാണ്. ദൈവം സത്യമായത് കാരണം ചെറിയ ഒരു മിസ്റ്റേക്ക് പോലും ഷട്ട് ഡൗൺ ആയി പോകും. സത്യം എന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാണ്. ഐ ആം ദ ട്രൂത്ത് ആൻഡ് ദ വേ ആൻഡ് ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ ഈ കർത്താവ് സത്യമാണെന്ന് പറയുമ്പോൾ എനിക്ക് പേടി വരും. എന്താ കാര്യം? അവിടെ വേജമില്ലെന്ന് വ്യാഖ്യാനിക്കപ്പെടും. സത്യത്തിൽ വേജത്തിനും ഭയത്തിനും സ്ഥാനമില്ല. അപ്പം സത്യത്തെ സ്നേഹം കൊണ്ട് അനുഭവിച്ച ആളാണ് യോഹന്നാൻ. യോഹന്നാൻ പറയും സത്യത്തിൽ കളങ്കമില്ല എന്ന് പറയും. അപ്പം നമ്മൾ കളങ്കത്തോടെയാണ് സത്യത്തെ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഉടമ്പടിയിൽ നിങ്ങൾ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ കുമ്പസാരിക്കണം. കുമ്പസാരം എന്ന കൂദാശ ഇല്ലാത്തവരെ നിങ്ങൾ മനസ്സാക്ഷിയിൽ വിശുദ്ധി പാലിക്കണമെന്നാണ് ബൈബിൾ പറയണത്. നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങളെ കുറ്റപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് ഡേഞ്ചർ സോണിൽ നിന്ന് മാറണം. പൗലോസ് അപ്പോസ്തലൻ പറയും, നിയമം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവരുടെ നിയമം തന്നെ, അവരുടെ മനസ്സാക്ഷി തന്നെയാണ് അവരുടെ നിയമം. മനസ്സാക്ഷി നിങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കണം. ഉടമ്പടി കാലത്ത് അക്രൈസ്തവർ അവിടെ മനസ്സാക്ഷി അവരെ കുറ്റപ്പെടുത്താതെ ജീവിക്കണം. കാരണം നിങ്ങൾക്ക് ബേസിക്കായിട്ട് മനസ്സാക്ഷി ഉള്ളവരാണ്. എല്ലാ ജനങ്ങളെക്കാളും മനസ്സാക്ഷി ഉള്ളവരാണ്. പക്ഷേ നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ നിങ്ങൾ ശരിക്കും അപ്ഗ്രേഡഡായി വരികയാണ്. അതുകൊണ്ടാണ് അക്രൈസ്തവരുടെ സാക്ഷ്യങ്ങൾ ഇടിമിന്നലാകണത്. മറ്റ് സാക്ഷ്യങ്ങളെ മിന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലേ ഞാൻ ശ്രീജി എന്നും പറഞ്ഞൊരു മോളുടെ സാക്ഷ്യം കേട്ടേ. നല്ല സാക്ഷ്യമാണ്. ശ്രീജിയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീജയും മക്കളും അമ്മയും കൂടി ഒരു കാറിൽ യാത്ര ചെയ്യുക, ഒരു ട്രക്കിലോ ജീപ്പിലോ യാത്ര ചെയ്യുക, വാഹനത്തിൽ യാത്ര ചെയ്യുകയാണ്.
യാത്ര ചെയ്യണ സമയത്ത് പെട്ടെന്ന് ഒരു ട്രക്ക് വന്ന് ഇതുമറ്റി ഇടിക്കും. നല്ല ഇടിയാ. ശ്രീജയ്ക്ക് ബോധം വന്നപ്പോൾ 16 ദിവസം കഴിഞ്ഞാൽ ബോധം വന്ന. ഇവിടെയെങ്കിലും എടുക്കാതെ അവിടെ എറണാകുളത്ത് സൂപ്പർ സ്പെഷ്യാലിറ്റി പോയാണ് കിടന്ന് അവർ ചികിത്സിച്ചത്. ബോധം വന്ന് അപ്പോഴാണ് 16 ദിവസം കഴിഞ്ഞ്. 16 ദിവസം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ അമ്മയില്ല. അപ്പോഴാണ് അവർ അറിയണത് അമ്മ ആ അപകടത്തിൽ മരിച്ചു പോയെന്ന്. ആ സ്റ്റോറി ട്രാജഡിയാണ് ശരിക്കും. ഇവൾക്കാണെങ്കിൽ കാൽമുട്ട് ഒടിഞ്ഞു പോയിരിക്കുകയാണ്. പ്ലാസ്റ്റർ ഇട്ടിട്ടും നടക്കാനും പറ്റുന്നില്ല. മുട്ടിന് ഭയങ്കര വേദന. ഭർത്താവ് ലീവെടുത്ത് മസ്കറ്റിൽ നിന്ന് വന്ന് കൂടെ നിൽക്കണ്ടേ. പക്ഷേ സങ്കടകരമായ തകർച്ചയുള്ള ഒരു കുടുംബമാണ്. ഭർത്താവും കുറച്ച് നേരം നിന്ന് പിന്നെ അയാൾക്ക് ലീവ് കഴിഞ്ഞാൽ പിന്നെ പോയാൽ ഭക്ഷണം കഴിക്കണ്ടേ, ജോലിക്ക് പോകണ്ടേ. അപ്പം അങ്ങേര് പോയി. അങ്ങേര് പോയതോടുകൂടി ഇവർ പൊടിഞ്ഞു പോയി. ശരിക്കും പറഞ്ഞാൽ അമ്മയും പോയി. അമ്മയുടെ കാര്യം ഓർക്കുമ്പോൾ ഏങ്ങലടിച്ച് ഉള്ളിലിങ്ങനെ തികട്ടി സങ്കടം വരും. ഒന്നും പറയാനോ ചോദിക്കാനോ. അമ്മമാർ നമുക്കറിയാമല്ലോ, അമ്മമാർ എന്ത് പൊട്ട ഉപദേശം കൊടുത്താലും പെമ്മക്കളെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കരമായ അവരെ വഴി നടത്തുന്ന സംഭവമാണത്. അവർ പറഞ്ഞാൽ ചിലപ്പോൾ അമ്മമാരുടെ അറിവ് കുറവുകൊണ്ട് ചിലപ്പോൾ തെറ്റ് പറഞ്ഞാൽ പോലും പെമ്മക്കൾ അത് പിടിച്ച് നിന്നോളും. ഇപ്പോൾ ഇന്നലെ ഒരു സാക്ഷി ഇവിടെ ഈ ദിവസങ്ങളുണ്ടായിരുന്നു. അതായത് അവൾക്ക് ചൊവ്വരയുള്ള ഒരു മോളാണ്. അവൾ +2 ആണ്. +2 കഴിഞ്ഞപ്പോൾ അവൾക്ക് കയാക്കിങ്, ഈ റോവിങ് കയലിൽ ബോട്ടോടിക്കണ, ഈ വള്ളം തുഴയണ, അതിൻ്റെ അകത്ത് സ്പോർട്സിൽ അവർക്ക് ഇത് കിട്ടി, സെലക്ഷൻ കിട്ടി. അപ്പം അമ്മ പറയണേ, ഇവരുടെ ഇഷ്ടം കൊണ്ട് പോയി തുഴഞ്ഞതാണ്, സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതല്ല പ്രശ്നം, കോമ്പറ്റീഷനാണ്. കോമ്പറ്റീഷൻ ഞങ്ങളുടെ നാട്ടിൽ തോട് പോയിട്ടൊരു കിണർ പോലും ഇല്ല. എല്ലാവരും കുഴക്കിണർ, വെള്ളം കണ്ടിട്ടില്ല ഇപ്പം കൊച്ചി. അപ്പം ഈ ഇങ്ങനെയുള്ള സംഭവം നോട്ട് ബൈ മെറിറ്റിലായില്ലേ ശരിക്കും പറഞ്ഞാൽ. ആ സാക്ഷ്യം നോട്ട് ബൈ മെറിറ്റിലായി. കാര്യം വെള്ളം കാണാത്ത സ്ഥലത്തുനിന്ന് വള്ളത്തിൽ തുഴയാനുള്ള കോമ്പറ്റീഷന് പോയിരിക്കുക കക്ഷി. ഇപ്പം കക്ഷി അങ്ങനെ പോയി. അപ്പോഴെന്നിട്ട് ഇവളെന്ത് ചെയ്യില്ല, +2 കാരത്തില്ലേ, അവളെപ്പോഴും അമ്മയോട് പറയും, അമ്മ പറ ഞാൻ ജയിക്കുക. അപ്പോൾ അമ്മ പറയേ, അവൾ തോക്കും, അവൾ വെള്ളം കണ്ടിട്ടില്ല, പക്ഷെ അവളെ തോക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ അവളെ തോറ്റുപോകും. ഞാൻ അവളോട് പറയും നീ ജയിക്കൂടി എന്ന് പറയും. അപ്പം എനിക്കത് മതി എന്ന് പറയും. അവൾ പറയും എനിക്ക് എന്താണ് അമ്മ പറഞ്ഞാൽ മതി. അപ്പോൾ അത് നിങ്ങൾ അമ്മമാരെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, മക്കളും നിങ്ങളും തമ്മിൽ ദൈവം കണക്കോട്ട് ബന്ധമാണ് ഒരു പരിധിവരെ എങ്കിലും. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ പെമ്മക്കൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിശ്വാസ തകർച്ച വന്നെന്ന് പറഞ്ഞാൽ ദൈവം അമ്മമാരെ പ്രതിക്കൂട്ടത്തിലാകത്തുള്ളത്. അതെപ്പോഴും ഓർത്തേക്കണം. അമ്മമാരുടെ റോള് ഭയങ്കരമാണ്, പ്രത്യേകിച്ച് പെമ്മക്കളുടെ കാര്യത്തിൽ. നിങ്ങൾക്ക് പെമ്മക്കളെക്കുറിച്ച് നന്മയുണ്ടായാലും ആദ്യം അക്കൗണ്ടിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്കാണ് അതിൻ്റെ ഗ്രേസ് വരത്തുള്ളൂ. ആദ്യം നിങ്ങൾ കൊടുത്ത നന്മയാണ് അവർക്കുണ്ടായെന്ന് പറയും. അപ്പം അത് എപ്പോഴും ഒരു സത്യമായ കാര്യമാണ്. പിന്നെ ഭർത്താക്കന്മാർ വരുമ്പോൾ അമ്മമാരുടെ അടുത്ത് നിന്ന് മാറും പെൺപിള്ളേർ. പക്ഷേ അപ്പോഴും പെൺപിള്ളേർ സത്യത്തിക്കൊണ്ടിരിക്കും. പെൺമക്കളുമായിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത് വല്ലാത്ത സ്നേഹമാണ്. അത് അവളെ കെട്ടിയാലും ശരി ആ സ്നേഹം നിലനിൽക്കും. മുമ്പത്തേക്കാൾ അമ്മയുടെ നിലനിൽക്കത്തിലെന്നല്ല, അപ്പൻ്റെ ഒരു സ്റ്റാറ്റിക്കായിട്ട് ആദ്യം ഉണ്ടായിരുന്ന തന്നെ അവസാനം ഉണ്ടാകും. നിങ്ങൾക്കൊരു ചെറുക്കം വന്നു കഴിഞ്ഞാൽ അമ്മയുടെ സ്നേഹം ഡൗൺ ആകും. ശരിക്കും ഞാൻ കണ്ടുവന്നിരിക്കണം. ഞാനിപ്പോൾ 21 ലക്ഷം ആൾക്കാരെയല്ലേ കൗൺസിൽ ചെയ്യണത്. അപ്പോൾ ഓരോ കാര്യം എല്ലാ ദിവസവും തന്നെയല്ലേ കേൾക്കണത്. അപ്പോൾ ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല, നിങ്ങളുടെ സ്റ്റാറ്റസ് പറഞ്ഞതാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾക്ക് മക്കൾക്ക് വിശ്വാസം കൊടുക്കുവാനുള്ള ആഴമായ ബോധ്യങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം ഇങ്ങനെ വരുമ്പോൾ
ഇവൾ അവസാനം പുന്നമട കായലിൽ പോയി റോയിങ്ങിന് അവൾക്ക് സെലക്ഷൻ കിട്ടി. സെലക്ഷൻ കിട്ടിയ ഒരു ഉടമ്പടി എടുത്ത് ഉടമ്പടി കാശിലൊക്കെ ഇട്ട് പോയാണ് അവർ സെലക്ഷൻ കിട്ടിയത്. അപ്പോൾ സെലക്ഷൻ കിട്ടിയെങ്കിലും അവൾക്കറിയാവില്ല, ആ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ ഒരു 16, 18 വയസ്സ് 17 വയസ്സെന്നൊക്കെ പറയുമ്പോൾ വിശ്വാസം എത്ര എക്സിക്യൂട്ട് ചെയ്താലും അതിൻ്റെ അകത്തൊരു കിളിന്ത് വിശ്വാസത്തിൻ്റെ ഒരു വെള്ളം ഉണ്ടാകും അതിൻ്റെ അകത്ത് എപ്പോഴായാലും. കാര്യം വിശ്വാസത്തിനൊരു കുഴപ്പമെന്ന് വെച്ചാൽ വിശ്വാസം ഓരോ പ്രോജക്റ്റ് എടുത്ത് അഗ്നിശോധന ചെയ്യണം. അഗ്നിശോധന ചെയ്ത വിശ്വാസത്തിനെയാണ് ബൈബിളിൽ ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് വിശ്വാസം എന്ന് പറയണത്. അല്ലാതെ സ്പൂൺ ഫീഡ് ചെയ്തിട്ടുള്ള ടെർമോക്കോൾ ഫെയ്ത്ത് ഉണ്ട്. അതെന്താ, വീട്ടിൽ ഞാൻ കത്തോലിക്കനായിട്ട് ജനിച്ചു, കത്തോലിക്കനായിട്ട് ജീവിക്കണം പറഞ്ഞുള്ള അതൊന്നും ദൈവം അംഗീകരിക്കണില്ല. നിങ്ങളോട് പറയും അത് ഓക്കെ, അതൊരു ടൈമുണ്ട്, അതിട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയും. അഗ്നിശോധന ചെയ്ത വിശ്വാസം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി 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 നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 1 പത്രോസ് 1:7 അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അത് വിശ്വാസത്തിൻ്റെ ഒരു കുഴപ്പം, ദൈവം അതിൻ്റെ അകത്ത് സർട്ടിഫൈഡ് എന്ന് പറഞ്ഞുകൊണ്ട് സീലടിക്കണം എന്നുണ്ടെങ്കിൽ അത് നോക്കണം, അഗ്നിശോധനയെ അതിജീവിച്ചിരിക്കണം. നിങ്ങൾക്കറിയാമല്ല, ഉടമ്പടി കഴിഞ്ഞാൽ ചിലർ ഉടനെ തന്നെ ചില പോലീസ് സ്റ്റേഷനിൽ ചിലർ പോലീസുകാർക്ക് ചില ഇത് കിട്ടത്തില്ലേ, പട്ടാളത്തിൽ സെലക്ഷൻ കിട്ടും, ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് സെലക്ഷൻ കിട്ടും. പക്ഷേ പിന്നെ അവരെ കാണത്തില്ല. പിന്നെ അവരെ കാണുമ്പോൾ ഇങ്ങനെ ഈ തലയൊക്കെ മൊട്ടടിച്ച് എല്ലും കോലുമായിട്ട് തന്നെ കാണാം. എന്താ കാര്യം? കാട്ടിലും മേട്ടിലും കൊണ്ടിട്ട് തുവക്കം പിടിച്ച് രാവിലെ 8 മൈലൊക്കെ ഓടിച്ച് ഒരു പരിവാക്കി കളയും. പട്ടാളക്കാരന് സെലക്ഷൻ കിട്ടിയല്ലേ ഉള്ളൂ, പിന്നെയാണ് ട്രെയിനിങ് ഉള്ളത്. ഉടമ്പടിയിലും ചില സമയത്ത് ചിലർക്ക് ഇത് സംഭവിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി കഴിയുമ്പോൾ തന്നെ ഒരു സെക്ഷൻ വരും, എന്തിൻ്റെ ടെസ്റ്റ് വരും. കാരണം നിങ്ങൾ ചുമ്മാ എല്ലാവരും ഉടമ്പടി ചെയ്യണേ, ഞാനായിട്ട് പിന്നെ കുതിരിക്കേണ്ട കാര്യമില്ല, ഞാനും പോയേക്കാം. നിങ്ങളുടെ വണ്ടിയെ സ്ഥലമുണ്ടോ, സീറ്റ് ഉണ്ടോ എന്ന് ചോദിക്കും. ഉടമ്പടിക്ക് ആകപ്പാടെ യോഗ്യത എന്താണ്? വണ്ടിയെ സീറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നതാണ്. ഈ സീറ്റുകാർ കുറേ പേര് വന്ന് ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഓർത്തേക്കാം, വണ്ടിയെ സീറ്റ് ഉണ്ടോ എന്ന് ചോദിക്കും. ഉടമ്പടിക്കുള്ള യോഗ്യതയാണ് വണ്ടിയെ സീറ്റ് ഉണ്ടോ എന്ന്. അതാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെയുള്ള വരുമ്പോൾ തന്നെ അത് നിങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ പറയും. ഉടമ്പടിയല്ല, ദൈവം ഇത് ബയലാട്രൽ എഗ്രിമെൻ്റ് അല്ലേ. നിങ്ങളൊരു കക്ഷി, ദൈവം ഒരു കക്ഷി. നിങ്ങളെ വായിത്ത ദൈവത്തിനെ പോലും വിളിക്കാതെ പ്രാർത്ഥനയും ഇല്ല, പട്ടക്കാരനും ഇല്ല നടന്നേച്ചും ഇപ്പോൾ ഒരു ആവശ്യം ഉണ്ടായപ്പോൾ ദൈവത്തിനടുത്ത് വന്നാൽ ദൈവം നിങ്ങളെ കക്ഷിയാക്കണം. അത് ടെസ്റ്റ് അടിക്കാൻ പറയും. അത് നിങ്ങൾ ജെന്യുവിനാണെന്ന്, ആ ഫെയ്ത്ത് ജെന്യുവിനാണെന്ന് നോക്കാൻ പറയും. അതൊരു ടെസ്റ്റ് വരും. നിങ്ങൾ 4 കാലം വീണ് ഓടും. 10 പേർ ഉടമ്പടി എടുത്ത് 5 പേരെ നിലനിൽക്കത്തുള്ളൂ. കാര്യം എന്താ? ടെസ്റ്റാണ്. ദൈവം മണുത്ത് പോലും നോക്കത്ത ഈ സാധനത്തിന്. അത് ഉടമ്പടിയാണ്. എന്താ കാര്യം വെച്ചാൽ നിങ്ങൾ ടെസ്റ്റഡ് അല്ല, ഫെയ്ത്ത് ടെസ്റ്റഡ് അല്ല. അപ്പം നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ ഫെയ്ത്ത് ഞാൻ പോഴത്തരത്തിനും കാര്യം കാണാൻ വേണ്ടി എടുത്തതല്ല. എനിക്ക് പ്രധാനം എൻ്റെ നിയോഗം, എനിക്ക് ക്രിസ്തു തന്നെയാണ് നിയോഗം എന്ന് പറഞ്ഞുകൊണ്ട് വെയിലും മഴയും കൊണ്ട് ചില ആൾക്കാർ തന്തക്ക് വിളി കേട്ടാലും പത്രവും കൊണ്ട് നടക്കണം കാണാം. തന്തക്ക് വിളിച്ച് കിടക്കുമ്പോൾ ചേട്ടന് വേണ്ടല്ല, ചേട്ടനിതാ ഞാൻ അടുത്ത സ്ഥലത്ത് കൊടുക്കാതെ മുന്നേ അവിടെ പോയിരുന്നുണ്ട് സ്വന്തം സാക്ഷ്യവും മറ്റുള്ള സാക്ഷിയൊക്കെ പറഞ്ഞുകൊണ്ട് ഉടമ്പടി കാശ്. ചില ആൾക്കാർ പത്രക്കാരോണോ വരെ രാവിലെ കൊണ്ടൊന്ന് എറിഞ്ഞിട്ട് പോകും. ചിലരുടെ വീട്ടിൽ ചിലർ പത്രം സാക്ഷ്യം പറഞ്ഞിട്ടേ കൊടുക്കത്തുള്ളൂ. ചേട്ടാ എൻ്റെ സാക്ഷ്യം ഇതാണ്, എനിക്ക് കിട്ടിയ അനുഭവം ഇതാണ്. അവരെതിര് പറയണവരോട് പറഞ്ഞ് മടക്കിയിട്ടാണ് ഇത് കൊടുക്കത്തുള്ളൂ. സുവിശേഷ വേല ചെയ്യും ടെസ്റ്റ്. അപ്പോൾ അങ്ങനെ സുവിശേഷ വേല ചെയ്താൽ ടെസ്റ്റ് കുറഞ്ഞു വരും. കാര്യം എന്താ? നിങ്ങൾ തന്നെ ആദ്യമേ നിങ്ങൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ അകത്ത് ഇൻവെസ്റ്റഡ് ആണ്, എൻ്റെ ഫെയ്ത്ത് ഇൻവെസ്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഫെയ്ത്ത് എപ്പോഴും ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ആക്ഷൻ ഇല്ല, ചുമ്മാ ചുണ്ടിൻ്റെ കളികൾ മാത്രമേ ഉള്ളെങ്കിൽ ദൈവം ടെസ്റ്റ് ചെയ്യും. ചിലക്ക് പ്രത്യക്ഷ പ്രാർത്ഥന മാത്രം ചെറിക്കൊണ്ട് വീട്ടിലിരിക്കുന്ന ആൾക്കാരില്ലേ. ഞാൻ ഈ 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാരെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കാത്തതിൻ്റെ കാരണങ്ങൾ ഒന്ന്, എനിക്കറിയാം ഇവർ വിശുദ്ധ പ്രവർത്തനം ചെയ്യത്തില്ല, ഇവർ സാക്ഷ്യം ആൾക്കാരോട് പറയത്തില്ല. ഇവിടെ സ്റ്റെപ്പേ കയറാൻ പറ്റാത്ത ആൾക്കാർ എങ്ങനെയാണ് ഈ പത്രം കൊണ്ട് കൊടുക്കുന്നത്? അതാണ് പ്രശ്നം. ഇവിടെ ഒരു സ്റ്റെപ്പേ കയറി മോളിൽ വന്ന് കഷ്ടപ്പെടാൻ പറ്റാത്ത ആൾക്കാർ എങ്ങനെയാണ് രോഗികളെ പോയി കാണുന്നതും ഓർഫണേജിൽ പോയി അവർക്ക് കഞ്ഞി വെച്ച് കൊടുക്കണതും പൊതിച്ചോറ് കൊണ്ടുപോയി രോഗികൾക്ക് കൊടുക്കത്തില്ല. ഇവർ ഈ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കാമെന്ന് പറഞ്ഞാൽ ഉടമ്പടിക്കുന്നത് ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല.
അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചേക്കണം. ഇതെല്ലാം വർക്ക് ഡൂയിങ് പ്രെയറാണിത്. അവൻ പറയണ പോലെ ചൊല്ലുകയല്ല, പിന്നെന്താണ്, ചെയ്യുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സാക്ഷ്യം പറയിപ്പിക്കുമ്പോഴും യൂത്തിനെ കൊണ്ടാണ് ഒരു 50% യൂത്തിനെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിക്കത്തുള്ളൂ. 50 വയസ്സിന് മേലുള്ള ആൾക്കാർ സാക്ഷ്യം പറയുന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ഇടിപെട്ടായിരിക്കണം അവരുടെ കാര്യം സാക്ഷ്യം. അത്ര ഇടിപെട്ടായിരിക്കണം സാക്ഷ്യം. കാര്യം ഇടിപെട്ട് സാക്ഷ്യം പറഞ്ഞവരുണ്ട്. 50 വയസ്സിന് മുകളിലുള്ള എന്തുമാത്രം ആൾക്കാരാണ് ഇടിപെട്ട് സാക്ഷ്യം പറയണത്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാക്ഷ്യം നിങ്ങൾക്കറിയാമല്ലോ. ഇതിനകത്ത് നിങ്ങൾ ദൈവത്തോട് പറയേണ്ടത് ഞാൻ രോഗികളെ ശുശ്രൂഷിക്കാം എന്നല്ല പറയേണ്ടത്, ഞാൻ പത്രം കൊടുക്കാമെന്ന് പറയണം. ഞാൻ ഇതെല്ലാം ചെയ്യുകയും സാക്ഷ്യം പറയാമെന്ന് ആദ്യമേ പറയണം. ഇതിൻ്റെ സംഭവിക്കണം അവിടെയാണ്. സാക്ഷ്യമാണ് ദൈവത്തിനെ മഹത്വപ്പെടുത്തിയിട്ട് മറ്റുള്ളവർ സുവിശേഷം അറിയണം, ക്രിസ്തുവിനെ അറിയണം. അത് എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നുവോ അതൊക്കെ ചെയ്യണം. അല്ലാതെ ഞാൻ ഹെഡ് മിസ്ട്രസ്സാണ്, ഞാൻ ജില്ലാ കളക്ടറാണെന്നൊക്കെ പറഞ്ഞിട്ട് വരും. അച്ഛനെ കാണാൻ പറ്റുമോ, വൈകുന്നേരം വന്ന് കാണുമോ, ആൾ ഒഴിയുമ്പോൾ കാണാൻ പറ്റുമോ എന്നൊക്കെ പറയും. നടക്കത്തില്ല പറയും. നിങ്ങളുടെ സ്റ്റാറ്റസ് വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം രഹസ്യത്തിൽ അടിച്ചു മാറ്റാൻ നോക്കണ്ട. ഞാനതിന് നിങ്ങളറിയാം, നിങ്ങളോട് ഞാനുമായിട്ട് നിങ്ങൾ യാതൊരു ഫൈനാൻസ് ഏർപ്പാടുമില്ല. കൃപാസനം ഞാനുമായിട്ട് ഫൈനാൻസ് ഏർപ്പാടൊന്നുമില്ല. ഞാനവിടുത്തെ കണക്ക് നോക്കാറ് പോലില്ല. അവസാനം ബിഷപ്പിന് കൊടുക്കാൻ നേരത്ത് കണക്ക് നോക്കിയിട്ട് ഒപ്പിടും കറക്റ്റാണെന്ന്. അത്രയേ ഉള്ളൂ. അവിടുത്തെ സമ്പത്തും ഞാനുമായിട്ടുള്ള ബന്ധം അത്രയേ ഉള്ളൂ. നിങ്ങളോട് ഞാൻ വല്ല ബന്ധമുണ്ടോ? ഞാനിവിടെ ആൾക്കാരെ നിൽക്കുന്നു, നിങ്ങൾ എന്നെ വന്ന് കാണുന്നു. നിങ്ങളുടെ വിഷയം എന്താ? ആ വിഷയത്തിന് ക്രിസ്തുവിനുള്ള സ്ഥാനം എന്താണെന്ന് ഞാൻ നോക്കിയിട്ട് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ക്രിസ്തുവിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് 1ാം സ്ഥാനം വേണം. അത് ഓക്കെ ആണെങ്കിൽ ബാക്കി എല്ലാം ഓക്കെ ആവും. ഇപ്പം എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ മകൾ കയാക്കിങ്ങിന് മത്സരത്തിന് പോയില്ലേ. അപ്പോൾ അവൾ ഇവിടുന്ന് ജയിച്ചിട്ട് പിന്നെ അമൃത്സറിലാണ് പോണത്. അമൃത്സറിൽ പോകുമ്പോൾ തന്നെ ഇവരെ കൊണ്ടുപോകണ ലോക്കൽ ട്രെയിനിനാണ് കൊണ്ടുപോകണത്. അപ്പോൾ തന്നെ ഇവളുടെ ഭക്ഷണമൊക്കെ മോശമായി, അവിടെ ചെന്നപ്പോൾ ക്ഷീണമായി. അമൃത്സറിൽ ചെന്നപ്പോൾ നല്ല മഞ്ഞ്, അവിടെ എല്ലാം ഉറപ്പ്, അമ്മയ്ക്ക് ഉടമ്പടി മാത്രമേ ഉറപ്പുള്ളൂ. ഇവളെ ഈ പുന്നമടക്കായലാണ് ആദ്യമായിട്ട് വെള്ളമായിട്ട് കണ്ടിരിക്കുന്നത്. അവിടെ ട്രെയിനിങ്ങിന് പോയെന്ന് മാത്രമേ ഉള്ളൂ. ഇവരുടെ ഓരോ സ്റ്റേറ്റിൽ നിന്ന് വന്ന ആൾക്കാരായിട്ടാണ് നാഷണൽ മത്സരിക്കുന്നത്. ഇത് ദേശീയ മത്സരമാണ്. ദേശീയ മത്സരത്തിന് ഈ ആൾക്കാർക്കുള്ള ക്വാളിറ്റി എന്താ? നമ്മൾക്കറിഞ്ഞ അമൃത്സറിലെ ക്ലൈമറ്റുമായിട്ട് നമുക്കൊരു ബന്ധവുമില്ല. നമ്മുടെ മൂന്നാറിനേക്കാളും തണുപ്പുള്ള കാലത്തേക്കാളും അത് താഴെയാണ്. ഇവർ ചൊവ്വര ക്ലൈമറ്റിൽ ജീവിച്ച ആൾക്കാരാണ്. ആലുവയിൽ അതൊരു മീഡിയം ക്ലൈമറ്റാണ്. അമൃത്സറിൽ ചെന്നപ്പോൾ ഇവർക്ക് ഇറങ്ങാൻ പറ്റണില്ല, ക്ലൈമറ്റ് നല്ല തണുപ്പ്. അപ്പോൾ തന്നെ പനിയായി, ബോഡി റെസ്റ്റ് ചെയ്യുമില്ല തണുപ്പിനോട്. അപ്പോൾ പനിയായോടുകൂടി ചുമയായി. അവൾ നിലയം പിടിച്ചുകൊണ്ട് അമ്മയോട് വിളിക്കും, അമ്മേ ഒന്നും നടക്കത്തില്ല. കാര്യം എൻ്റെ കൂടെയുള്ള ആൾക്കാരെല്ലാം പനി പിടിച്ചിരിക്കുകയാണ്, ഛർദിയായി. എനിക്കും പനിയുണ്ട്, ഛർദിയില്ലെന്നേ ഉള്ളൂ. ഇപ്പം വല്ലാത്തൊരവസ്ഥയിലാണ്. എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയാൽ മതി. അമ്മ പറ ഞാൻ ജയിക്കുക, അതാണ് സാധനം. അതാണ് പിന്നെ അവൾ പറയുന്നത്, അമ്മ പറ ഞാൻ ജയിക്കുക. ഉടനെ അമ്മ പറയും നീ ജയിക്കും. എന്തുറപ്പിലാണ്? എന്ത് മെരിറ്റാണുള്ളത്? ഒരു മെരിറ്റേ ഉള്ളൂ. നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസിലുള്ള ദൈവത്തിൻ്റെ കൃപയിൽ അവർ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അത് വൃത്തിയായിട്ട് അവർ ചെയ്യുന്നുണ്ട്. മകളെ നീ ജയിക്കുമെന്ന് പറയും. എന്നിട്ട് ഈ അമ്മ മാതാവിൻ്റെ മുമ്പിൽ നിന്നപ്പോൾ, മാതാവേ എൻ്റെ മകൾക്ക് ഒരു യോഗ്യതയുമില്ല, അത് എന്നേക്കാൾ നല്ലവണ്ണം നിനക്കറിയാം, പക്ഷെ കുഞ്ഞാണത്, അതുകൊണ്ട് അത് ഇപ്പം തോക്കരുതത്. എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ഒരു മെഡൽ എന്തെങ്കിലും കൊടുത്തു വിടണമെന്ന് പറയും. അവൾക്ക് സ്വർണ്ണ മെഡലിനും വെള്ളി മെഡലിനും ഉള്ള അർഹതയില്ലെന്ന് എനിക്കറിയാം, എന്നാലും കുഞ്ഞ് ആശിച്ചു പോയതല്ലേ, ഒരു മെഡൽ കൊടുത്ത് വിടണമെന്ന്. അപ്പം യൂറോപ്പിലൊക്കെ എല്ലാം ചെല്ലുമ്പോൾ തമിഴൻസാണ് പലപ്പോഴും മലയാളീസ് ത്രെട്ടായിട്ട് വരുന്നത്. അവരുടെ കഴിവ് കൊണ്ടാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അപ്പോൾ അവരെല്ലാം വന്നിട്ടുണ്ട്. ഇനി പഞ്ചാബീസുണ്ട്. ഗോതമ്പ്, നമ്മുടെ അരിയാഹാരം കഴിച്ചല്ലേ നമ്മൾ സ്റ്റാമിന പോയത്. ഗോതമ്പ് മാത്രം തരുന്നവർക്ക്, ഡാൾ മാത്രം തരുന്നവർക്ക് ബംഗാളിക്ക് എന്നാ സ്റ്റാമിന. ഈ കെട്ടിടമൊക്കെ എല്ലാം പണിതിരിക്കുന്നവരാണ്. എന്തൊരു ഇരുമ്പും തുള വെച്ചിട്ട് പോണത് കാണാം. അപ്പോൾ ഈ ആൾക്കാരൊക്കെ അവിടെ തുഴയാൻ വന്നിട്ടുണ്ട്. പമ്പാ നദിയിലും അവിടെ ഇവിടെയൊക്കെ പഠിച്ച ആൾക്കാർ. അവിടുത്താണ് ഈ പുന്നമടക്കായലിലെ പാർട്ടി വെള്ളം ആലപ്പുഴ മാത്രം വന്ന് കണ്ട ആൾ ചെല്ലണത്. നിങ്ങൾ ഉടമ്പടി നോട്ട് ബൈ മെറിറ്റ് കാണണം. അതിൻ്റെ അത് ഞാൻ പറയണതിൻ്റെ കാരണം, മനുഷ്യൻ്റെ എല്ലാ അവസ്ഥകളിലും കർത്താവുണ്ട്. കർത്താവ് എന്താണ്? കർത്താവ് എല്ലാമാണ്. അതാണ് സംഭവം, അതെല്ലാമാണ്. ഇവളെ ഉടമ്പടി കാശ്വതി മുറുക്കി പിടിച്ച് വിശ്വാസപ്രമാണം ചെയ്തുകൊണ്ട് തുഴയും.
കണ്ണും പിടി തുഴയും. ഒരു പ്രാവശ്യം ഇവിടെ നോക്കുമ്പോൾ പറയാണ് ഇവളുടെ ഈ പങ്കായം തിരിഞ്ഞു പോയി. എന്നിട്ട് ഇവർ മടക്കിക്കൊണ്ട് ഇവർക്ക് ആവതില്ല, മടക്കി തിരിച്ച് കൊണ്ടുവന്ന് അവസാനം ഫിനിഷ് ചെയ്യുമ്പോഴുണ്ട് ഇവർ തേർഡായിട്ട് ഫിനിഷ് ചെയ്യും. അപ്പോൾ അവളുടെ അമ്മ മാതാവിനോട് ചോദിച്ച ഒരു മെഡല്, ഒരു ബ്രാസ് മെഡല്, വെങ്കല മെഡല് കൊടുത്തു വിടും. അതെന്താ? അമ്മ മാത്രം ചെയ്തിരിക്കണ ഒരു നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഒരു യോഗ്യതയും അവൾക്കില്ലെന്ന് ഇപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലായില്ലേ? പക്ഷേ അമ്മയാണ്. നിങ്ങൾക്ക് ആ വിശ്വാസവും അതനുസരിച്ചുള്ള ഉടമ്പടി ഉണ്ടെങ്കിൽ ദൈവം അതിനോട് വിശ്വസ്തനായിരിക്കും. എൻ്റെ മക്കളെ, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ വിശ്വസ്തത എന്നും പറഞ്ഞ് പ്രോമിസിന് ഫിഡലിറ്റിയാണ് വേണ്ടത്. നിങ്ങളുടെ രോഗങ്ങൾ ഒരു കൈ ഇടത് നെഞ്ചിലും ഒരു കൈ ശിരസിലുമാണ് വെക്കേണ്ടത്. ശരീരത്തിലെ മുഴുവൻ രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓൺലൈനിലുള്ളവർ ശ്രദ്ധിക്കണം. അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിങ്ങളിലേക്ക് ആവഹിക്കുന്ന സമയത്ത് ഭാഷാവരം കിട്ടുന്നവർ ഭാഷാവരം ശ്രദ്ധിക്കുക, അല്ലാത്തവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്നു. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥതയിൽ കർത്താവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ തിരുരക്തം നിങ്ങളുടെ ശിരസിൽ വീഴട്ടെ. നിങ്ങളുടെ സദ്യബന്ധങ്ങളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. നിങ്ങളുടെ മാംസപേശികളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. നിങ്ങളുടെ സദ്യബന്ധങ്ങളുടെ രക്ത ഞരമ്പുകളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. 38 വർഷം അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇവിടെ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാൽ മാരക രോഗങ്ങൾ, തീരവേദികൾ, ക്യാൻസർ രോഗങ്ങൾ, കരരോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, പാൻക്രിയാസ് രോഗങ്ങൾ, ടോൺസിൽ രോഗങ്ങൾ, പിശുടി രോഗങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സൗഖ്യം നൽകണമേ, എന്നെ നിറയണമേ, സൗഖ്യം നൽകണമേ. എൻ്റെ മക്കളെ, ജോലി, വീട്, വിവാഹം, പരീക്ഷ, ഇൻ്റർവ്യൂ, യാത്ര, ജപ്തി, കടങ്ങൾ, കടകൾ, വരുമാന മാർഗങ്ങൾ, അതുപോലെ തന്നെ കടകമ്പോളങ്ങൾ, വ്യാപാര വ്യവസായശാലകൾ, മക്കളില്ലാത്തവർ, ഗർഭത്തിൽ അസുഖമുള്ളവർ, കുഞ്ഞിന് അസുഖമുള്ളവർ, അങ്ങനെ എല്ലാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. കർത്താവേ, കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുന്ന കർത്താവേ, കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവെ, മക്കളില്ലാത്തവരെ, ഈശോയെ, ഗർഭത്തിലെ കുഞ്ഞുങ്ങൾക്ക് ഗർഭശിശുവിന് വിഷമങ്ങളുള്ളവർ, രോഗമുള്ളവർ, വിദേശ യാത്രയ്ക്ക് തടസ്സമുള്ളവർ, വിദേശത്ത് തിരിച്ചു പോരാൻ പറ്റാത്തവർ, കർത്താവ് തിരിച്ചു പോരാൻ പറ്റാത്തവർ, വിദേശത്ത് ജോലി കിട്ടാതെ വിഷമിക്കുന്നവർ, കർത്താവ് പരീക്ഷ എഴുതിയവർ, കർത്താവ് പരീക്ഷ തോറ്റവർ, വീണ്ടും എഴുതാൻ റിവാലുവേഷൻ കൊടുത്തവർ, വീണ്ടും എഴുതാൻ പോകുന്നവർ, ഇൻ്റർവ്യൂ ടെസ്റ്റ് പാസ്സായവർ, കർത്താവ് ഇൻ്റർവ്യൂ ടെസ്റ്റ് ഒരുങ്ങുന്നവർ, കർത്താവ് വസ്തുവിൻ്റെ കടങ്ങൾ, വസ്തുവിൻ്റെ വിൽപ്പന, വസ്തുവിൻ്റെ വാസയോഗ്യമായ ഭവനമില്ലാത്തവർ, വസ്തുക്കൾ വിൽക്കാനുള്ളവർ, ഭവനങ്ങൾ വിൽക്കാനുള്ളവർ, കർത്താവ് കുഞ്ഞുങ്ങളുടെ പരീക്ഷ, അഡ്മിഷൻ, കർത്താവ് യൂണിവേഴ്സിറ്റികളിലെ കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ, അങ്ങനെ വ്യത്യസ്തമായ ജീവിത അവസ്ഥകളുടെ മേൽ ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ശക്തിയൊക്കെ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം